നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 75 മില്യൺ യൂറോ ഫിക്സഡും 20 യൂറോ ആഡ് ഓണും ഒക്കെ ആയിട്ട് 95 മില്യൺ യൂറോക്കാണ് ഹൂലിയൻ ആൽവാരസിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കുന്നത് എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും അധികം വില ലഭിച്ച അർജന്റീൻ താരങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഹൂലിയൻ ആൽവാരസിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ ഇതുവരെ ഒഫീഷ്യലായില്ലല്ലോ, അത് കൊളാപ്സ്ഡ് ആകുമോ എന്നൊക്കെയുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കേണ്ട കാര്യവുമില്ല. ഇപ്പം ടെക്നിക്കൽ സ്റ്റെപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അതിൻ്റെ സൈനിങ് നടക്കും. നോ ഇഷ്യൂ അറ്റ് ഓൾ. ആൽവാരസ് വിൽ ബിക്കം അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ തന്നെയാണ്. അപ്പം ആ ഒരു ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് 75 മില്യൺ ഫിക്സഡും 20 മില്യൺ അഡീഷൻ ആഡ് ഓണും വരുമ്പോൾ 95 മില്യൺ ആയല്ലോ. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും അധികം വില ലഭിച്ച അർജന്റീൻ താരങ്ങളുടെ ലിസ്റ്റിൽ എത്രാമത് വരും ഹൂലിയൻ ആൽവാരസ്? ഒന്നാമത് ആരാണ്? ആദ്യത്തെ 5-6 സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് നമ്മൾ നോക്കിയാണ്. ഏറ്റവും അധികം വിലക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ട്രാൻസ്ഫർ നടന്ന അർജന്റീൻ താരം മറ്റാരുമല്ല, എൻസോ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറുമ്പോൾ 121 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വില ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാണ് ചെൽസി അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ഇപ്പോൾ ഹൂലിയൻ ആൽവാരസിന്റെ കാര്യം, അദ്ദേഹം രണ്ടാമത് വരും. 95 മില്യൺ യൂറോ അദ്ദേഹം അത്ലറ്റിക്കോയിലേക്ക് സിറ്റിയിൽ നിന്ന് ചേക്കേറുന്നു. ഗോൺസാലോ ഹിഗ്വൈൻ യുവന്റസിലേക്ക് പോയതാണ് മൂന്നാം സ്ഥാനത്ത്. അദ്ദേഹം 90 മില്യൺ യൂറോക്കാണ് യുവന്റസിലേക്ക് പോയിരുന്നത്. അപ്പോൾ അർജന്റീനയിൽ നിന്ന് ഏറ്റവും അധികം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ട്രാൻസ്ഫർ ഫീ ലഭിച്ച മൂന്നാമത്തെ താരം ഗോൺസാലോ ഹിഗ്വൈൻ ആണ്. നാലാമത് ആംഗേൽ ഡി മരിയയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹം ചേക്കേറിയിരുന്നത് 75 മില്യൺ യൂറോക്കായിരുന്നെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹം ചേക്കേറിയത് 57 മില്യൺ യൂറോക്കായിരുന്നു. തൊട്ടുപുറകിൽ ഹെർനാൻ ക്രെസ്പോയാണ്. അർജന്റീന ഇതിഹാസം ലാസിയോയിലേക്ക് ചേക്കേറിയത് 56 മില്യൺ യൂറോക്ക്. ഇതാണ് ടോപ്പ് 6. എന്തായാലും ലിയോ മെസ്സി ലിസ്റ്റിലില്ല. അതിൽ അത്ഭുതമൊന്നുമില്ല. മെസ്സിയുടെ ട്രാൻസ്ഫറുകളൊക്കെ നടന്നത്, ഇപ്പം ബാഴ്സലോണയിൽ നിന്ന് ആദ്യം PSG പോയത് ഫ്രീ ഏജന്റ് ആയിട്ടായിരുന്നു. അവിടെ നിന്ന് MLS പോയതും ഫ്രീ ഏജന്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സിക്കൊരു ട്രാൻസ്ഫർ മൂല്യം നമുക്കവിടെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിലൊക്കെ ട്രാൻസ്ഫർ നടന്നിരുന്നെങ്കിൽ എന്ത് ട്രാൻസ്ഫർ ഫീ ആയേനെ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോസ് അനുഭവിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.